ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പോകുന്നത് 2021 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ മെയിൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ജെയിംസ് രണ്ടാമൻ, ഹെൻറി, ചാൾസ്, വില്യം ഒന്നാമൻ. അത് ജെയിംസ് രണ്ടാമനാണ് കേട്ടോ. പുറത്താക്കപ്പെട്ട രാജാവ് ചോദിച്ചാൽ ജെയിംസ് രണ്ടാമനാണ്. അപ്പോൾ രക്തരഹിത വിപ്ലവം ഏത് വർഷമാണ് നടന്നത്? രക്തരഹിത വിപ്ലവം നടന്ന വർഷം ചോദിച്ചാൽ 1988 എവിടെയാണ് രക്തരഹിത വിപ്ലവം നടന്നത്? ഇംഗ്ലണ്ടിലാണ് കേട്ടോ. ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവമാണ് 1688 നടന്നത്. ഇനി 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് ശേഷം പാർലമെൻറ്റ് കൊണ്ടുവന്ന നിയമങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ബിൽ ഓഫ് റൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സ് ഏത് വർഷമാണെന്ന് ചോദിച്ചാലോ അത് 1689 പാർലമെൻറ്റ് കൊണ്ടുവന്ന നിയമസംഹിതയാണ് നമ്മുടെ ബിൽ ഓഫ് റൈറ്റ്സ്. 1689 കൊണ്ടുവന്നത്. മഹത്തായ വിപ്ലവം എന്ന പദം കോയിൻ ചെയ്ത് രക്തരഹിത വിപ്ലവത്തിൽ തന്നെയാണ് വിളിക്കുന്ന വേറൊരു പേരാണ് മഹത്തായ വിപ്ലവം എന്ന്. അതായത് ഒരു തുള്ളി ചോര പോലും ചീന്താത്ത വിപ്ലവം, അതായത് ഒരാളുടെ മരണം പോലും കാണാത്ത വിപ്ലവമാണ്. ജെയിംസ് രണ്ടാമനായിരുന്ന രാജാവൻ നാട് കടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആരുടെയും രക്തം കാണാത്ത അല്ലെങ്കിൽ ആരെയും കൊല്ലാത്തൊരു വിപ്ലവമാണ് ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അതുകൊണ്ട് തന്നെ മഹത്തായ വിപ്ലവം എന്നും എന്നെ അറിയപ്പെടുന്നുണ്ട്. ഈ മഹത്തായ വിപ്ലവം എന്ന പേര് കോയിൻ ചെയ്ത ആരെന്ന് ചോദിച്ചത് ജോൺ ഹാംപ്റ്റൺ ആണ് കേട്ടോ. ജോൺ ഹാംപ്റ്റൺ. ആർക്കും ഹാം ഉണ്ടാക്കിയില്ല എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ജോൺ ഹാംപ്റ്റൺ ആർക്കും ഹാം ഉണ്ടാക്കാത്ത വിപ്ലവമായിട്ട് അതിനെ മഹത്തായ വിപ്ലവം എന്ന് വിളിച്ചു നൽകി. അപ്പോൾ ജോൺ ഹാംപ്റ്റൺ ആണ്. രാജവാഴ്ചയിൽ നിന്നും പാർലമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള രാജവാഴ്ച എന്ന അധികാര കൈമാറ്റം നടക്കാൻ കാരണമായ നിയമം ചോദിച്ചാലും ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. അപ്പോൾ രാജവാഴ്ചയായിരുന്നു അതുവരെ, അതിൽ നിന്ന് എന്തായി പാർലമെൻ്ററി അധികാരത്തിലേക്കുള്ളൊരു പാർലമെൻ്ററി അധികാരത്തിലേക്കുള്ള രാജവാഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഒരു പേരിന് വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ ഫുൾ കാര്യങ്ങൾ നോക്കുന്ന എന്തായിരിക്കും? പാർലമെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരാൻ കാരണമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചത് ബിൽ ഓഫ് റൈറ്റ്സ്. 1689 ബിൽ ഓഫ് റൈറ്റ്സ് കാരണമാണ് അങ്ങനെ രാജവാഴ്ചയിൽ നിന്നും പാർലമെൻ്ററി അധികാരത്തിലുള്ള രാജവാഴ്ച എന്നൊരു മാറ്റം വന്നത്. മതപരമായ വിപ്ലവം, കൊട്ടാര വിപ്ലവം എന്നിങ്ങനെ അറിയപ്പെടുന്നതും രക്തരഹിത വിപ്ലവം തന്നെയാണ് കേട്ടോ. മതപരമായ വിപ്ലവം അല്ലെങ്കിൽ കൊട്ടാര വിപ്ലവം എന്ന് അറിയപ്പെടും. കാരണം രാജാവും കൊട്ടാരവും ഒക്കെ ഇംഗ്ലണ്ടിലാണല്ലോ. ഇനി ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിന് ദൃക്സാക്ഷിയായ ഇംഗ്ലീഷ് ഭരണാധികാരി ചോദിച്ചാൽ അതും നമ്മുടെ ജെയിംസ് രണ്ടാമനാണ്. ജെയിംസ് രണ്ടാമനെയാണ് നാട് കടത്തിയത്. ഓക്കെ, ഇനി അടുത്തത് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൻ്റെ ഭരണം നടത്തിയിരുന്ന രാജവംശം ആരെന്ന് ചോദിച്ചാൽ അത് ട്യൂഡർ രാജവംശമാണ് കേട്ടോ. ട്യൂഡറാണ്. പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റുവർട്ട് രാജവംശമാണ്. സ്റ്റുവർട്ട് രാജവംശമാണ് നമ്മുടെ ഈ രക്തരഹിത വിപ്ലവം നടക്കുന്ന ടൈമിൽ നമ്മളിവിടെ ഭരിച്ചിരുന്നത് ആരെന്ന് ചോദിച്ചാൽ സ്റ്റുവർട്ട് രാജവംശക്കാരാണ്. അതായത് നമ്മുടെ 17-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇംഗ്ലണ്ടിലെ ഭരണാധികാരി 17 എന്ന് പറയുമ്പോൾ ഈ 1688 അതൊക്കെ ഏതാണ്? 17-ാം നൂറ്റാണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഭരിച്ചിരുന്ന രാജവംശം ചോദിച്ചാൽ സ്റ്റുവർട്ട് രാജവംശമാണ്. അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവ സമയത്ത് ഏത് രാജവംശം ചോദിച്ചാൽ സ്റ്റുവർട്ട് രാജവംശം. അതിന് മുന്നുള്ള രാജവംശമാണ് ട്യൂഡർ രാജവംശം. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട. സ്റ്റുവർട്ട് രാജവംശം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കേണ്ടതാണ്. ഇനി സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളുമായിരുന്നു. അപ്പോൾ അവരെങ്ങനെ ഫ്യൂഡൽ ആശയങ്ങൾ അല്ലെങ്കിൽ ഫ്യൂഡലിസം നിറഞ്ഞ രാജാക്കന്മാരായിരുന്നു. അക്കാലത്ത് സ്റ്റുവർട്ട് രാജാക്കന്മാരിൽ പ്രധാനികൾ ചോദിച്ചാൽ ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനുമാണ്. ഇത് ജെയിംസ് രണ്ടാമൻ. 1688 വന്നപ്പോൾ ജെയിംസ് രണ്ടാമനാണ്. പക്ഷേ അക്കാലത്ത് തുടക്കത്തിൽ ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകൾ തന്നെയാണ്. ഇവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് വരുന്നുണ്ട്. അതായത് ചാൾസ് ഒന്നാമനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്. നമ്മൾ ബിൽ ഓഫ് റൈറ്റ്സ് പറഞ്ഞു 1689 അതിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ് ഉണ്ട്. അത് ഏത് വർഷം ചോദിച്ചാൽ 1628 കേട്ടോ. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628. അതായത് ആദ്യമേ പെറ്റീഷൻ കൊടുത്തു, പിന്നാണ് അത് ബില്ലായിട്ട് വന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628. അത് ആരുടെ ടൈമിലാണെന്ന് ചോദിച്ചാൽ ചാൾസ് രണ്ടാമൻ്റെ ടൈമിലാണ് കേട്ടോ. ചാൾസ് രണ്ടാമൻ്റെ രണ്ടല്ല ഒന്ന് കേട്ടോ. ചാൾസ് ഒന്നാണ്. ചാൾസ് ഒന്നാമൻ്റെ ടൈമിലാണ് 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പിട്ടത്. ഇത് പ്രകാരം എന്ത് ചെയ്തു? ചാൾസ് ഒന്നാമൻ്റെ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യത്തെ നിയന്ത്രിക്കുന്നതായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. എന്നാൽ അദ്ദേഹം ഇത് ലംഘിക്കുകയും ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒക്കെ ഒപ്പിട്ടെങ്കിലും കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ചാൾസ് ഒന്നാമൻ ഇത് ലംഘിക്കുകയും
പാർലമെൻറ്റ് പിരിച്ചുവിട്ടിട്ട് 11 വർഷം സ്വേച്ഛാധികാരിയായി ഇംഗ്ലണ്ടിൽ ഭരണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഇതും പാർലമെൻറ്റിലേക്ക് നമ്മുടെ ഭരണം കൊണ്ടുപോകുന്ന ഒരു സാധനം തന്നെയാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. പക്ഷേ ഇങ്ങനെ എന്ത് ചെയ്തു, ചാൾസ് ഒന്നാമൻ ഇത് ലംഘിക്കുകയും 1628 സൈൻ ചെയ്തു. പക്ഷേ 1629 മുതൽ 1640 വരെ ഇങ്ങരുടെ സ്വേച്ഛാധിപത്യമായ ഭരണം തന്നെയായിരുന്നു അവിടെ കാഴ്ചവെച്ചത്. എന്നാൽ സ്കോട്ട്ലാൻഡുമായുള്ള യുദ്ധം മൂലം ചാൾസ് ഒന്നാമൻ പണത്തിൻ്റെ ആവശ്യം നേരിടുകയും പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനായി അദ്ദേഹം 1640 പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുകയും ചെയ്തു. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 1640 വീണ്ടും നമ്മുടെ ചാൾസ് ഒന്നാമൻ പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക ചെയ്തു. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു, സ്കോട്ട്ലാൻഡുമായിട്ടുള്ള യുദ്ധം വന്നപ്പോൾ പൈസയ്ക്ക് ഷോർട്ടേജ് വന്നു. അപ്പോൾ പുതിയ നികുതി ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്തത്. രാജാവിൻ്റെ ആധിപത്യത്തിനെതിരായി അനേകം നിയമങ്ങൾ നിർമ്മിച്ച ഈ പാർലമെൻറ്റ് 1660 വരെ തുടർന്നു. അങ്ങനെ 1640 മുതൽ 1660 വരെ ഈ പാർലമെൻറ്റ് തുടർന്നു. ഇതിനാണ് നമ്മൾ ലോങ് പാർലമെൻറ്റ് അല്ലെങ്കിൽ നീണ്ട പാർലമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോങ് പാർലമെൻറ്റ് വിളിച്ചു ചേർത്ത രാജാവ് ചോദിച്ചാൽ ചാൾസ് ഒന്നാമനാണ്. 1640 വിളിച്ചു ചേർത്തു. അതിനു മുന്നേ 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് സൈൻ ചെയ്തെങ്കിൽ പോലും സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടി സൈൻ ചെയ്തതാണ്. എങ്കിൽ പോലും സ്വേച്ഛാധിപത്യം ഒന്നും അവസാനിപ്പിക്കാതെ പാർലമെൻറ്റ് പിരിച്ചുവിടുകയും ഇങ്ങേരുടെ ഭരണം ഒരു 60 വരെ തുടരുകയും ചെയ്തായിരുന്നു, 40 വരെ തുടരുകയും ചെയ്തായിരുന്നു. പിന്നീടാണ് സ്കോട്ട്ലാൻഡുമായിട്ടുള്ള യുദ്ധം ഉണ്ടാകുന്നത്. ഇനി ട്രയേനിയൽ ആക്ട് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ട്രയേനിയൽ ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1641 ആണ് കേട്ടോ. ഈ ട്രയേനിയൽ ആക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ നീണ്ട പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതായത് നമ്മുടെ ചാൾസ് ഒന്നാമൻ 1640 നീണ്ട പാർലമെൻറ്റ് വിളിച്ചുകൂട്ടി. അതിനുശേഷം പാർലമെൻറ്റ് കൊണ്ടുവന്നൊരു നിയമമാണ് ട്രയേനിയൽ ആക്ട് 1641. അതായത് ഓരോ 3 മാസമാണോ 3 വർഷമാണ്, ഈ കറക്റ്റ് അറിയത്തില്ല, എന്തോ ഒരു 3 വർഷം എന്തോ ഒരു നികുതി മാറ്റമോ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യം, അതെന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും ട്രയേനിയൽ ആക്ട് 1641 ആണെന്നും മഹത്തായ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണെന്നും ലോങ് പാർലമെൻറ്റായിട്ട് ബന്ധപ്പെട്ടതാണെന്നും ഒക്കെ ഓർത്തിരിക്കാം. അടുത്ത എന്താണ് റം പാർലമെൻറ്റ് എന്ന് വെച്ചാൽ, റം പാർലമെൻറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒലിവർ ക്രോംവെല്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് റം പാർലമെൻറ്റ്, അല്ലെങ്കിൽ അതിനെന്ത് പറയും, അവശിഷ്ട പാർലമെൻറ്റ്. ഈ റം പാർലമെൻറ്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെൻറ്റ് ഏത് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയും വരാം. ഈ ഓരോ ടേംസും ഏതൊക്കെ റവല്യൂഷനായിട്ടാണ് കറക്റ്റായിട്ട് പഠിച്ചേക്കണം. അപ്പം ഈ റം പാർലമെൻറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ അവശിഷ്ട പാർലമെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് ഒലിവർ ക്രോംവെല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ് റം പാർലമെൻറ്റ്. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നതാണ് ഒലിവർ ക്രോംവെൽ. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നതാണ്. കാലക്രമത്തിൽ പാർലമെൻറ്റിൻ്റെ രാജാവിനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും അത് ഇംഗ്ലണ്ടിനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ സമരത്തിൽ രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റ് വിഭാഗം വിജയം നേടിയ അതേ തുടർന്ന് അധികാരത്തിൽ വന്നാണ് ഒലിവർ ക്രോംവെൽ. അപ്പം നീണ്ട പാർലമെൻറ്റൊക്കെ വിളിച്ചു കൂട്ടിയെങ്കിൽ പോലും ഇവർ തമ്മിൽ, രാജാവും പാർലമെൻറ്റും തമ്മിൽ ഭയങ്കര ആഭ്യന്തര യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ പാർലമെൻറ്റ് അധികാരിയായിട്ട് വന്ന ഒരാളാണ് ഒലിവർ ക്രോംവെൽ. ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്തു, ഒലിവർ ക്രോംവെല്ലിന് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം പാർലമെൻറ്റിൽ നിലനിർത്തുകയും ബാക്കിയുള്ള ആൾക്കാരെല്ലാം പാർലമെൻറ്റിനെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം ഒലിവർ ക്രോംവെല്ലിന് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം പാർലമെൻറ്റിലായി. അതിനാണ് നമ്മൾ അവശിഷ്ട പാർലമെൻറ്റ് അല്ലെങ്കിൽ റം പാർലമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതും റം പാർലമെൻറ്റായിരുന്നു. അപ്പോൾ ചാൾസ് ഒന്നാമനെ എന്ത് ചെയ്തു, റം പാർലമെൻറ്റിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു കേട്ടോ. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ സാധനമാണ് കോമൺവെൽത്ത് കാലഘട്ടം. കോമൺവെൽത്ത് കാലഘട്ടം ഏത് വർഷം ഉണ്ടെന്ന് ചോദിച്ചാൽ 1649 മുതൽ 1658 വരെയാണ്. നമ്മുടെ ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ് ഈ കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത്. 1649 മുതൽ 1658 വരെയാണ്. സൈനിക സ്വേച്ഛാധിപത്യത്തിൻ്റെ കാലഘട്ടം തന്നെയായിരുന്നു അത്. രാജാവിനെ കൊന്നു ശിക്ഷയ്ക്ക് വിധിച്ചുവെങ്കിലും പാർലമെൻറ്റ് കൊണ്ടുവന്നത് നല്ലൊരു ഉദ്ദേശത്തോടെ ആയിരുന്നെങ്കിൽ പോലും പക്ഷേ ഒലിവർ ക്രോംവെൽ വന്നതോടുകൂടി വീണ്ടും സ്വേച്ഛാധിപത്യം വരികയാണ് ചെയ്തത്. അപ്പോൾ ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്ന ആരെന്ന് നോക്കുന്നത് ഒലിവർ ക്രോംവെല്ലാണ്. ഒലിവർ ക്രോംവെല്ലിന് ശേഷം അധികാരമേറ്റ ആളാണ് ചാൾസ് രണ്ടാമൻ കേട്ടോ. ഒലിവർ ക്രോംവെല്ലിന് ശേഷം വന്ന ആളാണ് ചാൾസ് രണ്ടാമൻ. ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്തു, നമ്മുടെ ഒലിവർ ക്രോംവെൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഇനി ഇപ്പം നമ്മുടെ ബ്രിട്ടൻ ഭരിക്കുന്ന ആരാണ്, അത് ചാൾസ് മൂന്നാമനാണ് കേട്ടോ. ഇപ്പം ബ്രിട്ടൻ ഭരിക്കുന്ന രാജാവെന്ന് ചോദിച്ചാൽ ചാൾസ് മൂന്നാമനാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികൾ നോക്കുക, അത് വിഗും ടോറിയുമാണ് കേട്ടോ. നമ്മുടെ ഈ ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലഘട്ടത്തിൽ നമ്മുടെ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികൾ ചോദിക്കുന്നത് വിഗുകളും ടോറികളുമാണ്. ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമൻ. അത്രേ ഉള്ളൂ. ചാൾസ് രണ്ടാമനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. അതിനുശേഷം വന്ന ആൾ ജെയിംസ് രണ്ടാമനാണ് കേട്ടോ. അതിനെ തുടർന്ന് വന്നതാണ് ജെയിംസ് രണ്ടാമൻ.
ഓക്കെ, അപ്പോൾ ജെയിംസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു മഹത്തായ വിപ്ലവം 1688 നടന്നത്. നമ്മുടെ ജെയിംസ് രണ്ടാമൻ്റെ മകളായ മേരി രണ്ടാമനെയും ഭർത്താവ് ഓറഞ്ചിലെ വില്യം മൂന്നാമനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായ പാർലമെൻറ്റ് പ്രഖ്യാപിച്ചു. അതായത് ജെയിംസ് രണ്ടാമനെ പുറത്താക്കുകയും, സ്വേച്ഛാധിപതി തന്നെയായിരുന്നു ജെയിംസ് രണ്ടാമൻ. അതുകൊണ്ട് പാർലമെൻറ്റ് വീണ്ടും എന്ത് ചെയ്തു, നമ്മുടെ ജെയിംസ് രണ്ടാമനെ പുറത്താക്കുകയും ജെയിംസിൻ്റെ മകളായ മേരി രണ്ടാമനെയും അതുപോലെ തന്നെ ഭർത്താവായ ഓറഞ്ചിലെ വില്യം മൂന്നാമനെ എന്ത് ചെയ്തു, ഭരണാധികാരിയായിട്ട് അവരോധിക്കുകയാണ് ചെയ്തത് പാർലമെൻറ്റ്. ഇനി ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് ഇത് തുടക്കം കുറിച്ചു. ഈ അധികാര കൈമാറ്റത്തെയാണ് രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ രാജാവിനെ മാറ്റിയിട്ട് പുതിയ രാജാവിനെ പാർലമെൻറ്റ് തന്നെ നിയമിച്ചു. എന്നിട്ട് ആ പാർലമെൻറ്റിൻ്റെ മുഖേന ഉള്ള ഒരു ഭരണം തുടങ്ങി. അതിനാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഇനി മഹത്തായ വിപ്ലവം എന്ന പദം നമ്മൾ പറഞ്ഞു, ആരായിരുന്നു? ജോൺ ഹാംഡൻ ആണ് ഇത് കോയിൻ ചെയ്തത്. അതിനുശേഷം പറഞ്ഞു 1689 ബിൽ ഓഫ് റൈറ്റ്സ് ഒക്കെ ഒപ്പിട്ടു എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വരാൻ സാധ്യതയുള്ളത്, വ്യാവസായിക വിപ്ലവം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഏത് നൂറ്റാണ്ടിലാണെന്ന് ചോദിക്കാം. അത് നമ്മുടെ SCERT ഉള്ളതാണ്. വ്യാവസായിക വിപ്ലവം സ്റ്റാർട്ട് ചെയ്ത നൂറ്റാണ്ട് 18ാം നൂറ്റാണ്ടാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇംഗ്ലണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി ഉണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായ സംഭവം ചോദിക്കുക. അത് പീറ്റർലോ യുദ്ധമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പീറ്റർലോ യുദ്ധത്തിൻ്റെ വർഷം പഠിക്കുക, 1819 കേട്ടോ. 1819 എന്ത് നടന്നു? പീറ്റർലോ യുദ്ധം നടന്നു. വാട്ടർലോ യുദ്ധം അപ്പോൾ ഏത് വർഷമാണ്? വാട്ടർലോ യുദ്ധമാണെങ്കിൽ നെപ്പോളിയനുമായിട്ട് ഫ്രാൻസിലെ നെപ്പോളിയനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് 1815 കേട്ടോ, വാട്ടർലോ യുദ്ധം. ഇത് പീറ്റർലോ യുദ്ധമാണ്, വ്യാവസായിക വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. വസ്ത്രനിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച കണ്ടുപിടുത്തം ചോദിക്കാം. അത് ഫ്ലെമിംഗ് ഷട്ടിലാണ് കേട്ടോ. വസ്ത്രനിർമ്മാണ രംഗത്ത് വിപ്ലവം കുറിച്ച് ഇതാണെങ്കിൽ നമ്മുടെ ഫ്ലെമിംഗ് ഷട്ടിലാണ്, ഫ്ലെമിംഗ് ഷട്ടിൽ. ഇനി വ്യാവസായിക വിപ്ലവം എന്ന് പറയാനുള്ള കാരണം, ആ ഒരു കാലഘട്ടത്തിലാണ് കുറേ കാര്യങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത്. ലൈക്ക് നമ്മുടെ ഫ്ലെമിംഗ് ഷട്ടിൽ നമ്മൾ പറഞ്ഞില്ലേ, വസ്ത്രനിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഫ്ലെമിംഗ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ ആണ് കേട്ടോ. ഫ്ലെമിംഗ് ഷട്ടിൽ ജോൺ കെ കണ്ടുപിടിച്ചതാണ്. സ്പിന്നിങ് ജെന്നി ഉണ്ട്, അത് കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. സ്പിന്നിങ് ജെന്നി ആണെങ്കിൽ ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആവിയന്ത്രം ജെയിംസ് വാട്ട് ആണ്. ലോക്കോമോട്ടീവ് ആണെങ്കിൽ ജോർജ് സ്റ്റീവൻസൺ ആണ്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. അതുപോലെ വാട്ടർ ഫ്രെയിം ഉണ്ട്. വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചത് റിച്ചാർഡ് ആർക്ക്റൈറ്റ് ആണ് കേട്ടോ. വാട്ടർ ഫ്രെയിം ആണെങ്കിൽ റിച്ചാർഡ് ആർക്ക്റൈറ്റ് കണ്ടുപിടിച്ചാണ്. പവർലൂം ആണെങ്കിൽ എഡ്വേർഡ് കാർട്ട്റൈറ്റ് ആണ്. പവർലൂം കണ്ടുപിടിച്ചത് എഡ്വേർഡ് കാർട്ട്റൈറ്റ് ആണ്. ഇതൊക്കെ 18ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് 18ാം നൂറ്റാണ്ടാണ് വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിച്ചതെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് സമ്മപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ഗൈഡ് നോക്കി വായിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാം. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെയായിരുന്നു എന്ന്. ഇന്ത്യയിലെ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രമാണ് എവിടെ? സൂറത്തിൽ കേട്ടോ. ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ചോദിച്ചാൽ അത് സൂറത്തിലായിരുന്നു. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വ്യാപാര കേന്ദ്രം എവിടെയൊക്കെയായിരുന്നു? ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രം എവിടെയൊക്കെയായിരുന്നു? കൊച്ചിയിലും കൊല്ലത്തുമാണ് കേട്ടോ. കൊച്ചിയും കൊല്ലത്തും ആയിരുന്നു. ഇനി ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ട സ്ഥലം ചോദിച്ചാലോ അത് മസൂലിപട്ടണമാണ് കേട്ടോ. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി മസൂലിപട്ടണമാണ്. ഇയർ പഠിക്കുക, 1605 അവർ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത്. ഇനി ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? അത് പുതുച്ചേരി, മാഹി, കാരക്കലാണ് കേട്ടോ. പുതുച്ചേരി, മാഹി, കാരക്കലാണ് ഫ്രഞ്ചുകാരുടേത്. ഇനി ഇതിൽ നമുക്ക് ഡച്ചുകാരുടെ കുറച്ച് ഇയർ പഠിച്ചാലോ. ഡച്ചുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഡച്ചുകാർ വന്ന വർഷം ചോദിച്ചാൽ അത് 1595 കേട്ടോ. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഡച്ചുകാർ എത്തിയ വർഷം ചോദിച്ചാൽ 1595. ഇനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ് വന്നത്? അത് 1602 കേട്ടോ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് 1602. പിന്നെ നമ്മൾ പറഞ്ഞു ഡച്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറി എന്ന് പറഞ്ഞ മസൂലിപട്ടണമാണ് 1605 എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ നടുക്കൊരു സംഭവമുണ്ട്. 1604 നവംബർ 11 നമ്മുടെ ഈ ഒരു PYQ, അതായത് അടുത്ത് സംഭവിച്ചൊരു എക്സാമിൽ ചോദിച്ചിരുന്നു, ഡച്ചുകാർ ആരുമായിട്ടാണ്, അതായത് ഡച്ചുകാർ സാമൂതിരിയുമായിട്ട് കരാറിൽ ഒപ്പിട്ട് ഡച്ചിൻ്റെ ആരാണ്, അല്ലെങ്കിൽ ഡച്ചിനെ റെപ്രസെൻ്റ് ചെയ്ത് ആരാണ് സാമൂതിരിയുമായിട്ട് കരാറിൽ ഒപ്പിട്ടെന്നൊരു ക്വസ്റ്റ്യൻ, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അല്ലേ. അതായത് അതാണ് ഈ സംഭവം. 1604 നവംബർ 11 നമ്മൾ ഡച്ചുകാർ സാമൂതിരിയുമായിട്ട് കരാറിൽ ഒപ്പിട്ടു. ഒരു ഡച്ചുകാർ ഒരു ഇന്ത്യൻ രാജാവുമായിട്ട് ഒപ്പിടുന്ന ആദ്യത്തെ കരാറാണ്. അതായത് ഡച്ചുകാർ
ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ രാജാവാണ് അവർ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിടുന്നത്. ആദ്യത്തെ രാജാവ് ചോദിച്ചത് സാമൂതിരികളാണ് കേട്ടോ. അങ്ങനെയും ചോദിക്കാം, ഒരു ഡച്ചുകാർ ഇന്ത്യയിൽ ആരുമായിട്ടാണ്, ഏത് രാജാവുമായിട്ടുമാണ് ആദ്യത്തെ കരാറിൽ ഒപ്പിട്ടെന്ന് ചോദിക്കാം. കൊച്ചി രാജാവ്, നമ്മുടെ തിരുവിതാംകൂർ രാജാവ്, സാമൂതിരികളെന്ന് ഓപ്ഷൻസ് തരാം. അപ്പോൾ അത് സാമൂതിരിയുമായിട്ടാണ് ഡച്ചുകാരുടെ ആദ്യത്തെ കരാറ്. അതിൽ ഒപ്പിട്ട ആളുടെ പേരാണ് സ്റ്റീഫൻ വാൻഡർ ഗൂൺസ് കേട്ടോ. സ്റ്റീഫൻ വാൻഡർ ഹൂൺസ് ആണ്. സ്റ്റീഫൻ വാൻഡർ ഹോഗ് കേട്ടോ. സ്റ്റീഫൻ വാൻഡർ ഹോഗാണ് സാമൂതിരിയുമായിട്ട് 1604 നവംബർ 11 സൈൻ ചെയ്തത്. മെയിൻലി എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സാമൂതിരികൾ പോർച്ചുഗീസുകാർക്ക് എതിരായിരുന്നില്ല. അവർക്ക് പോർച്ചുഗീസുകാരെ സാമൂതിരികൾക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ പോർച്ചുഗീസുകാരെ എങ്ങനെയെങ്കിലും തുരത്തണം, അല്ലെങ്കിൽ പോർച്ചുഗീസുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സാമൂതിരി കൂട്ടുപിടിച്ചാണ് ആര്, ഡച്ചുകാരെ. അതിന് വേണ്ടിയിട്ടാണ് അവർ 1604 നവംബർ 11 നമ്മുടെ സാമൂതിരിയായിട്ട് നമ്മുടെ കരാറിലൊക്കെ ഒപ്പിടുന്നത്. അതിനുശേഷം നമ്മുടെ ഡച്ചുകാർ എന്ത് ചെയ്തു, കൊല്ലം പിടിച്ചെടുത്തു. ഏത് വർഷം ചോദിച്ചാൽ 1658 കേട്ടോ. ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്ത വർഷം ചോദിച്ചാൽ 1658. അതിൽ അഡ്മിറൽ വാൻ ഗൂൺസ് കൊല്ലം റാണിയുമായിട്ട് ഒപ്പിട്ടതാരെന്ന് ചോദിച്ചാൽ അഡ്മിറൽ വാൻ ഗൂൺസ് ആണ് കേട്ടോ. വാൻ ഗൂൺസ് ആണ്. മറ്റത് അഡ്മിറൽ വാൻഡർ ഹോഗ് ആയിരുന്നു നമ്മുടെ സാമൂതിരിയായിട്ട് ഒപ്പിട്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ആദ്യമായിട്ട് ഒപ്പിട്ടതല്ലേ. ഇത് വാൻ ഗൂൺസ് ആണ് നമ്മുടെ കൊല്ലം റാണിയായിട്ട് ഒപ്പിട്ടു, സൈൻ ചെയ്തു. അതിനുശേഷം നമ്മുടെ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തത് 1661 കേട്ടോ. പള്ളിപ്പുറം കോട്ട, പള്ളിപ്പുറം കോട്ട ആരെയാ, പോർച്ചുഗീസുകാർ പണിഞ്ഞാണ്. അപ്പോൾ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തു 1661. എന്നിട്ടത് സാമൂതിരികൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് പള്ളിപ്പുറം കോട്ട. ഇനി അത് അഡ്മിറൽ വാൻഡർ മേഡിൻ്റെ നേതൃത്വത്തിലാണ്. എല്ലാം ഒരേപോലെയൊക്കെ ഇരിക്കും പേര്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അഡ്മിറൽ വാൻഡർ മേഡിൻ്റെ നേതൃത്വത്തിലാണ് പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തത് 1661. അതിനുശേഷം കൊച്ചി പിടിച്ചെടുത്തു, അത് 1663 കേട്ടോ. കൊച്ചി പിടിച്ചെടുത്തിട്ട് വീരകേരള വർമ്മയെ ഡച്ചുകാർ എന്ത് ചെയ്തു, കൊച്ചിയുടെ ഭരണാധികാരിയായിട്ട് വാഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1663 കൊച്ചി പിടിച്ചെടുത്തു. ഇനി കണ്ണൂർ കോട്ട പിടിച്ചെടുത്ത വർഷവും ഈ 1663 തന്നെയാണ് കേട്ടോ. കണ്ണൂർ കോട്ടയും പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത് 1663. അപ്പോൾ കൊച്ചി ആണെങ്കിലും കണ്ണൂർ കോട്ട ആണെങ്കിലും പള്ളിപ്പുറം കോട്ട ആണെങ്കിലും കൊല്ലം കോട്ട ആണെങ്കിലും ഒക്കെ ആരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തത്, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തത്. ഇനി നമ്മുടെ മാവേലിക്കർ ഉടമ്പടി ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയാണ്. ഏത് വർഷമാണ്, 1753 ഓഗസ്റ്റ് 15 മാവേലിക്കർ ഉടമ്പടി സൈൻ ചെയ്തത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയാണ്. ഇനി അതിന് മുന്നേ ഒരു കാര്യം കൂടെ പഠിക്കണം. 1740 സെപ്റ്റംബറിൽ വടക്കൻകൂറ രാജാവുമായി ക്ഷേത്രങ്ങൾക്കും കന്നുകാലികൾക്കും ഉപദ്രവം ഉണ്ടാക്കില്ല എന്ന വ്യവസ്ഥയിന്മേൽ ഈ ഡച്ചുകാരുടെ ഉടമ്പടി കൂടെ സൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1740 വടക്കൻകൂറ രാജാവുമായിട്ട് എന്തിനായിരുന്നു, അവിടെ ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഒന്നും ഉപദ്രവം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു വ്യവസ്ഥ കൂടി ഉടമ്പടി സൈൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ വർഷങ്ങളൊക്കെ ഒരു ഓർഡറിൽ ഡച്ചുകാരായിട്ട് ബന്ധപ്പെട്ടത് പഠിച്ചു വെക്കാം. ഇനി നമ്മുടെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ് പറയാം. ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ചോദിക്കാം. ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ്. ആദ്യത്തെ വാണിജ്യ കേന്ദ്രം നമുക്കറിയാം സൂററ്റാണ്. പിന്നെ മദ്രാസ് ഉണ്ടായിരുന്നു, കൊൽക്കത്ത ഉണ്ടായിരുന്നു, ബോംബെ ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സൂറത്തിൽ സ്ഥാപിതമായ വർഷം 1608 കേട്ടോ. സൂററ്റിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിതമായത് 1608. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ച സ്ഥലം ചോദിക്കാം. ബ്രിട്ടീഷുകാരുടെ കേരളത്തിൽ ആദ്യത്തെ പണ്ടകശാല ചോദിച്ചാൽ അത് വിഴിഞ്ഞത്താണ് കേട്ടോ. വിഴിഞ്ഞത്താണ്. 1644 ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ പണ്ടകശാല വിഴിഞ്ഞത്തായിരുന്നു. ഇനി കൊളോണിയൽ ഭരണം ആദ്യമായി സ്ഥാപിതമായ പ്രദേശം അത് ബംഗാളിലാണ് കേട്ടോ. ഇവരുടെ കൊളോണിയൽ ഭരണം ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് സ്ഥാപിതമായത് ബംഗാളിലാണ്. ബ്രിട്ടീഷുകാർ കോളനി വാഴ്ചയുടെ തുടക്കത്തിൽ ബംഗാൾ ആക്രമണം നടത്തിയതിന് പ്രേരകമായ ഘടകങ്ങളാണ് ബംഗാൾ പ്രവിശ്യയുടെ സമ്പൽ സമൃദ്ധിയും മണ്ണിൻ്റെ ബലഭൂഷ്ഠതയും അതുപോലെ ഭൂശാസ്ത്രപരമായുള്ള പ്രത്യേകത. അതായത് ബംഗാളിലേക്ക് കടക്കുന്നത് ഈസി ആയിരുന്നു, കാരണം ബേ ഓഫ് ബംഗാളിന് അടുത്താണല്ലോ. അതുകൊണ്ട് ബംഗാളിലേക്ക് കടക്കാൻ അവർക്ക് ഈസി ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതും പിന്നെ മണ്ണിൻ്റെ ബലഭൂഷ്ഠതയും ബംഗാൾ പ്രവിശ്യയുടെ സമ്പൽ സമൃദ്ധിയൊക്കെ ആയിരുന്നു ഇതിനുള്ള മെയിൻ റീസൺ. ഇനി ബംഗാളിലെ ലോകപ്രശസ്ത നെയ്ത്ത് കേന്ദ്രങ്ങൾ നോക്കിക്കോ. മുർഷിദാബാദും ധാക്കയാണ് കേട്ടോ. ബംഗാൾ പ്രവിശ്യയിൽ ഉണ്ടായിരുന്ന മുർഷിദാബാദും ധാക്കയായിരുന്നു ആ ടൈമിലുള്ള പ്രശസ്ത നെയ്ത്ത് കേന്ദ്രങ്ങൾ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇംഗ്ലീഷുകാരെ അങ്ങോട്ടേക്ക് ആകർഷിപ്പിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡച്ചുകാരുടെ പ്രധാന കോളനി ആയിരുന്ന രാജ്യം ഇതിൽ ഏതാണെന്ന്. ഡച്ചുകാരുടെ പ്രധാന കോളനി ആയിരുന്ന രാജ്യമാണ് ഇതിലേത്, ഇന്തോനേഷ്യ ആണ് കേട്ടോ.
നമ്മുടെ സിലോൺ എന്നൊക്കെ പറയപ്പെടും. ഇന്തോനേഷ്യ ടൈമിൽ അറിയപ്പെടുന്നത് സിലോണാണ്. സിലോണിൽ നിന്നാണ് ഡച്ചുകാർ നമ്മുടെ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഡച്ചുകാരുടെ ഒരു പരാജയത്തിനുള്ള മെയിൻ കാരണം എന്നൊക്കെ പറയുന്നത് അവർക്ക് എന്തായിരുന്നു, നമ്മുടെ ഇന്ത്യയോട് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് സിലോണിൽ കച്ചവടം നടത്താനും സിലോണിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കാനൊക്കെ ആയിരുന്നു അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അതാണ് ഒരു വേറൊരു മെയിൻ റീസൺ, ഡച്ചുകാരുടെ പരാജയത്തിൻ്റെ വേറൊരു മെയിൻ റീസൺ. പിന്നെ വേറെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലണ്ടുകാരും ഫ്രഞ്ചുകാരും ഒക്കെ വന്നിട്ട് അവർ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയതും ഡച്ചുകാരുടെ പതനത്തിന് കാരണമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ മെയിനായിട്ട് നമ്മൾ എന്താ പറയുന്നത്, കുളച്ചൽ യുദ്ധം അല്ലേ. കുളച്ചൽ യുദ്ധം എന്ത് തന്നെയാണ് ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ ഒരു യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വേണാട് ഉടമ്പടിയൊക്കെ വേറൊരു റീസൺ കൂടെയാണ് കേട്ടോ. അപ്പം ഡച്ചുകാരുടെ പ്രധാന കോളനി ആയിരുന്ന രാജ്യം ചോദിച്ചത് സിലോൺ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഇന്തോനേഷ്യ എന്നറിയപ്പെടുന്നതാണ്. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ചോദിച്ചാലും അത് ഇന്തോനേഷ്യ തന്നെയാണ് കേട്ടോ. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നു. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നതും ഇന്തോനേഷ്യ തന്നെയായിരുന്നു. ഇനിയും ഇന്ത്യയിൽ വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടിസ്റ്റ ജനവിഭാഗം നമ്മൾ ഡച്ചുകാരെയാണ് പ്രൊട്ടിസ്റ്റ ജനവിഭാഗം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഡച്ചുകാരാണ് പ്രൊട്ടിസ്റ്റ ജനവിഭാഗം. അപ്പോൾ അത് നമ്മുടെ പോർച്ചുഗീസുകാരാണെങ്കിലും അത് കത്തോലിക്കാണ് കേട്ടോ. പോർച്ചുഗീസുകാർ കത്തോലിക്കക്കാരാണ്, ലാറ്റിൻ കത്തോലിക്കാണ്. എന്നാൽ പ്രൊട്ടിസ്റ്റ ജനവിഭാഗം ചോദിച്ചാൽ ഡച്ചുകാരാണ്. അപ്പോൾ ഇന്ത്യയിൽ വ്യാപാര ബന്ധം സ്ഥാപിച്ച പ്രൊട്ടിസ്റ്റ ജനവിഭാഗം ചോദിച്ചാൽ ഡച്ചുകാരാണ്. ഇനി ഡച്ചുകാർ എത്രാമത്തെ യൂറോപ്യനാണ്, ഇന്ത്യയിലേക്ക് എത്തുന്ന എത്രാമത്തെ യൂറോപ്യൻ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ യൂറോപ്യനും. ഇനി ഏറ്റവും ആദ്യം പോയ രണ്ടാമത് എത്തുകയും ഏറ്റവും ആദ്യം പോവുകയും ചെയ്ത യൂറോപ്യൻ ആരാണ്, ഡച്ചുകാരാണ് കേട്ടോ. ഏറ്റവും രണ്ടാമതെത്തി അതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഇന്ത്യ വിട്ട് പോയതും ഡച്ചുകാർ തന്നെയാണ്. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചതും ഈ ഡച്ചുകാരാണ് കേട്ടോ. ഡച്ചുകാരുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ചായ മുക്കൽ, വസ്ത്രങ്ങളിൽ ചായ മുക്കൽ, ഉപ്പ് നിർമ്മാണം, അതേപോലെ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിക്കുക. പിന്നെ അമരവിത്തുകൾ, ഈ സിലോണിൽ നിന്നൊക്കെ അവർ അമരവിത്തുകളും തെങ്ങിൻ തൈകളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സംഭാവനകൾ ഡച്ച്. പിന്നെ ഹോർത്തൂസ് മലബാരിക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. ഹോർത്തൂസ് മലബാരിക്കസ് ഒക്കെ ഡച്ചുകാരുടെ സംഭാവനയാണ്. ഇനി ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഡച്ച് കോളനിയും വ്യാപാര കേന്ദ്രമാണ് ചിൻസുറ കേട്ടോ. അപ്പോൾ ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഡച്ച് കോളനി വ്യാപാര കേന്ദ്രം ചോദിച്ചത് ചിൻസുറയാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അറിയപ്പെട്ടിരുന്ന പേരാണ് ഷിറ്റിൽമെൻ 17 കേട്ടോ. അല്ല ജെറ്റിൽമെൻ 17 എന്നാണ്. ജെറ്റിൽമെൻ 17 അതാണ് ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് അറിയപ്പെടുന്നതാണ്. ഓക്കെ, അപ്പം അത്രേ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണെന്ന്. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചതാണ് ആര്, ബീഗം ഹസ്രത്ത് മഹലാണ് കേട്ടോ. ലക്നൌവിൽ നയിച്ച ആരെന്ന് ചോദിച്ചാൽ ബീഗം ഹസ്രത്ത് മഹലാണ്. 1857 കലാപത്തെ തിരിച്ചു വെക്കാനുള്ള യാഥാസ്ഥിതിക ശക്തികളുടെ ശ്രമം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന്. അപ്പം എന്താ, കാലത്തെ തിരിച്ചു വെക്കാനുള്ള യാഥാസ്ഥിതിക ശക്തികളുടെ ശ്രമം എന്ന് വിശേഷിപ്പിച്ചത് SN സെൻ ആണ് കേട്ടോ. SN സെൻ ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഇനി വാണിജ്യ മുതലാളിത്തത്തിനെതിരെ ഫ്യൂഡലിസത്തിൻ്റെ അവസാന നിലപാടെന്ന് വിശേഷിപ്പിച്ചതാണെങ്കിലോ അത് നമ്മുടെ ജനകീയ പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്ത റാഡിക്കൽ കോൺഗ്രസ് പാർട്ടിയുടെ ആളായിട്ടുള്ള MN റോയി ആണ് കേട്ടോ. വാണിജ്യ മുതലാളിത്തത്തിനെതിരെയുള്ള ഫ്യൂഡലിസത്തിൻ്റെ അവസാന നിലപാട്. ഇനി ഡൽഹിയിലെ ബഹദൂർ ഷായുടെ കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാർ ചോദിച്ചാൽ അത് ജനറൽ ഭക്ത് ഖാനാണത്. കലാപം ആരംഭിക്കുന്നതിന് ശിപ്പായികൾ സ്വീകരിച്ച മാർഗങ്ങൾ നോക്കിക്കോ, അത് ബ്യൂഗിളിൻ്റെ ശബ്ദവും വെടിമുഴക്കവുമായിരുന്നു. ഇനി കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. പിന്നെ നമ്മൾ ഈ കലാപത്തിലേക്ക് നയിക്കാൻ കാരണമായിട്ടുള്ള ഡൽഹൌസിൻ്റെ കുറച്ച് നിയമങ്ങളും അതിൻ്റെ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവരത് കാണുക. ഇനി നമ്മുടെ ബീഗം ഹസ്രത്ത് മഹൾ ലക്നൌവിലും അതുപോലെ തന്നെ ഔദിലും ലക്നൌവിലും നമ്മുടെ റിവോൾട്ട് നയിച്ച ആളാണ്. ഔദിലെ ഭരണാധികാരിയായിരുന്ന, അപ്പം നമുക്ക് ചോദിക്കാം ഔദിലെ ഭരണാധികാരിയായിരുന്നു ചോദിച്ചാൽ ബീഗം ഹസ്രത്ത് മഹൾ അല്ല കേട്ടോ. അവിടെ പെണ്ണുങ്ങൾക്ക് ഭരണം നടത്താനുള്ള അവകാശം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഔദിലെ ഭരണാധികാരി ചോദിച്ചാൽ അത് വാജിദ് അലി ഷാ ആയിരുന്നു. ഈ വാജിദ് അലി ഷായിൻ്റെ പത്നിയാണ് നമ്മുടെ ബീഗം ഹസ്രത്ത് മഹൾ. 1856 ബ്രിട്ടീഷുകാർ വാജിദ് അലി ഷാനെ കൽക്കത്തയിലേക്ക് നാടുകടത്തപ്പെട്ടു. അതിനെ തുടർന്നാണ് ഔദിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് കേട്ടോ. അപ്പോൾ ഔദിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകാൻ കാരണം 1856 വാജിദ് അലി ഷാൻ എന്ത് ചെയ്തു, കൽക്കട്ടയിലേക്ക് നാടുകടത്തപ്പെട്ടു.
അതിനു മുന്നേ നമ്മുടെ ഔദിനെ 1801 ആ ഒരു ടൈമുകളിൽ ഔദിനെ ദുർഭരണം എന്ന നിലയിൽ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഔദിനെ. അതുപോലെ അത് ഓക്കെ, അതവർ കുഴപ്പമില്ലെന്നല്ല, അവർ അങ്ങ് അത്ര വലിയ കലാപത്തിലേക്ക് നയിക്കാൻ കാരണമായില്ല. പക്ഷേ 1856 കൂടിയിട്ട് അവിടുത്തെ ഭരിച്ചുകൊണ്ടിരുന്ന വാജുദേവ് ഷാനെ കൊൽക്കത്തയിലേക്ക് നാട് കടത്തിയതാണ് മെയിനായിട്ട് ഔദിൽ ഈ ഒരു കലാപം നയിക്കാനുള്ള മെയിൻ റീസൺ. ഇനി വേറെ കുറച്ച് ഫാക്ടറുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ അത് നമ്മുടെ ഷാമാളാണ്. ഉത്തർപ്രദേശിലെ ബറോട്ട് പർഗാനയിൽ ഷാമാളാണ് വിപ്ലവം നയിച്ചത്. അവരുമായിട്ട് ബന്ധപ്പെട്ടത് പ്രാദേശികമായി രാജാവായി അംഗീകരിക്കപ്പെട്ടിരുന്ന ഷാമാൾ ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ്റെ ബംഗ്ലാവ് പിടിച്ചെടുക്കുകയും അതിനെ നീതിയുടെ ഹാളായി മാറ്റുകയും തർക്കങ്ങൾ പരിഹരിക്കുകയും വിധിന്യായങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഷാമാൾ എന്താ ചെയ്തത്? ഈ നീതിയുടെ ഹാളാക്കി മാറ്റിയത് ഏത് ഭരണാധികാരിയെന്ന് ചോദിക്കും, അത് ഷാമാളാണ് കേട്ടോ. ബംഗാൾ പിടിച്ച ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ്റെ ബംഗാൾ പിടിച്ചെടുക്കുകയും അതിനെ എന്താക്കി? നീതിയുടെ ഹാളാക്കി മാറ്റുകയും അവിടെ വിധിന്യായങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അത് ഷാമാളാണ്. ഇനിയും പിന്നെ അടുത്ത മൗലവി അഹമ്മദ് ഷാ ഏത് സ്ഥലത്താണ് വിപ്ലവം നയിച്ചത്? മൗലവി അഹമ്മദ് ഷാ ആണെങ്കിൽ ഫൈസാബാദിലാണ് വിപ്ലവം നയിച്ചത്. 1856 ഇദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് നടത്താൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ജിഹാദ് നടത്താൻ പ്രേരിപ്പിച്ച ആരെന്ന് ചോദിച്ചത് മൗലവി അഹമ്മദ് ഷായാണ് കേട്ടോ. ഇനി ഇദ്ദേഹം സാധാരണയായി വിളിക്കപ്പെട്ടിരുന്നത് ഡങ്കാഷ, ചെണ്ടയോട് കൂടിയുള്ള മൗലവി എന്നാണ് ഡങ്കാഷൻ്റെ മീനിങ്. അപ്പോൾ ഡങ്കാഷ എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദ് ഷായാണ്. ആ മൗലവി അഹമ്മദ് ഷാ ഡങ്കാഷ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കരുത്. കാരണം മൗലവി അഹമ്മദ് എന്ന് മാത്രം ചിലപ്പം ഓപ്ഷൻസിൽ തരും, ആ ഷാ ചിലപ്പോൾ തരൂല. അപ്പോൾ ഡങ്കാഷ് എന്നറിയപ്പെടുന്ന മൗലവി അഹമ്മദ് ഷായാണ് കേട്ടോ. ഇനി ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ ഫൈസാബാദിലെ ജയിലിൽ തടവിലാക്കപ്പെട്ടു. ജയിൽ മോചിതനായപ്പോൾ കലാപം ചെയ്തുകൊണ്ടിരുന്ന 22 നേറ്റീവ് ഇൻഫൻട്രി അദ്ദേഹത്തെ അവരുടെ നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ആരുടെ നേതാവായിരുന്നു? 22 നേറ്റീവ് ഇൻഫൻട്രിയുടെ നേതാവായിരുന്ന ആളാണ് മൗലവി അഹമ്മദ് ഷാ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗോനു എന്ന് പറയുന്ന ഗോത്രവർഗം അല്ലെങ്കിൽ ഗോനു എന്ന് പറയുന്ന ആൾ ഏത് പ്രദേശത്താണ് ഗോത്രവർഗക്കാരുടെ കലാപത്തിന് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂറിലാണ് കേട്ടോ. ഛോട്ടാ നാഗ്പൂറിലാണ് ഗോനു എന്ന് പറയുന്ന ഒരു ഗോത്രവർഗക്കാരുടെ കലാപത്തിന് നേതൃത്വം നൽകിയത്. ആ ഗോത്രവർഗം ചോദിച്ചാൽ കോളാണ്, അതിന് നേതൃത്വം നൽകിയത് ഗോനു ആണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂറിലാണ്. ഇനി 1857 വിപ്ലവത്തെക്കുറിച്ചുള്ള മാൽസാ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാന്ന് ചോദിക്കും. മാൽസാ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ്? അത് വിഷ്ണു ഭട്ട് ഗോഡ്സെ ആണ് കേട്ടോ. മാൽസാ പ്രവാസ് എഴുതിയത് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ്. ഇനി ഇതിൽ വേറൊരു കാര്യം, നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ വിപ്ലവം നയിച്ചിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള ഏത് ഗോത്രവർഗം എവിടെയൊക്കെയാണെന്ന് പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഛോട്ടാ നാഗ്പൂരിലെ ഗോത്രവർഗമാണ് ആര്? കോളുകൾ. നമ്മുടെ കൽക്കരിയൊക്കെ കൂടുതലായിട്ടും കിട്ടും നമുക്ക് എവിടെ നിന്നാണ്? ഛോട്ടാ നാഗ്പൂരിലല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ആലോചിക്കാം. കോളുകളാണെങ്കിൽ ഛോട്ടാ നാഗ്പൂരിലാണ് ഗോത്രവർഗം. കുറിച്യർ നമുക്കറിയാം, കേരളത്തിൽ വയനാട്ടിലാണ് കുറിച്യർ നയിച്ചത്. ഇനി രാജ്മഹൽ കുന്നുകളിൽ നമുക്കറിയാം, നമ്മുടെ അവിടെ നിന്നാണ് ആര് വന്നത്? അവിടുത്തെ ഗോത്രവർഗ റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ പ്രസിഡൻ്റായ ദ്രൗപദി മുർമു. അപ്പോൾ ഇതാണ് സാന്താളുകൾ. രാജ്മഹൽ കുന്നുകളിലാണെങ്കിൽ സാന്താളുകളും. ഇനി മറാത്തയിൽ ബീലുകളാണ്. മറാത്തയിൽ ബീലുകളും. അഹമ്മദ് നഗറിലാണെങ്കിൽ കോലികളുമാണ് കേട്ടോ. കോലികൾ. അഹമ്മദ് നഗറിൽ കോലികളും മറാത്തയിൽ ബീലുകളും ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദിയാണ്. അത് 2021 കറണ്ട് അഫെയർ ആണ്, എന്നാലും നോക്കിക്കോ. ദുബായ് ആണ് കേട്ടോ. 2021 വേദി ചോദിച്ചുള്ളത് ദുബായ് ആണ്. 2023 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണെങ്കിലോ 2023 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് താഷ്കണ്ട്, ഉസ്ബെക്കിസ്ഥാൻ കേട്ടോ. താഷ്കണ്ട് ഉസ്ബെക്കിസ്ഥാനാണ്. 2023 ലോക വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണെങ്കിലോ അത് ഇന്ത്യയിലാണ് കേട്ടോ. 2023 ലോക വനിതാ ഹോക്കി ആണെങ്കിൽ ഇന്ത്യയിലാണ്. ബ്രാൻഡ് അംബാസഡർ നമ്മുടെ മേരി കോം, ബോക്സിംഗ് താരമായിട്ടുള്ള മേരി കോം ആയിരുന്നു കേട്ടോ. ഹോക്കി ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ മേരി കോം ആയിരുന്നു എൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഭാഗ്യചിഹ്നം വീരയാണ് കേട്ടോ. വീരയാണ്. 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 81 കിലോ വിഭാഗം സ്വർണം നേടിയത് ആരാണെന്ന്. ബോക്സിംഗ് എവിടെയായിരുന്നു നമ്മൾ വേദി പറഞ്ഞ? താഷ്കണ്ടായിരുന്നു. അതിൽ 81 കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയത് സ്വീറ്റി ബൂറയാണ് കേട്ടോ. സ്വീറ്റി ബൂറ. അപ്പോൾ സ്വീറ്റി ബൂറ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇന്ത്യക്കാരിയാണ്.
48 കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയത് നീതു ഗൻഗാസ് ആണ്. അപ്പം നീതു ഗൻഗാസ് ഉണ്ട്. ഇനി 2022 നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയത് ജസ്റ്റ് നോക്കിക്കോ, നിക്കാത്ത് സരിൻ. നിക്കാത്ത് സരിൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്, പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ആ വേദികൾ നോക്കാൻ 2023 ഏഷ്യൻ ബോക്സിങ്ങിൻ്റെ വേദി താഷ്കണ്ടിലും 2023 ലോക വനിതാ ഹോക്കിൻ്റെ വേദി ഇന്ത്യയിലുമായിരുന്നു. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മേരി കോമും ഭാഗ്യചിഹ്നമാണെങ്കിൽ വീരയുമാണ്. അടുത്ത ദിവസം സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയെ വിളിക്കുന്നത് എന്താണെന്ന്. അതാണ് ഏത്? നമ്മുടെ കോണ്ടൂറാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ. അപ്പോൾ കോണ്ടൂർ ഏത് കളറിലാണ് നമ്മുടെ മാപ്പിൽ രേഖപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ അത് തവിട്ട് നിറമാണ്. കോണ്ടൂർ ആണെങ്കിൽ തവിട്ട് നിറമാണ്. ഇനി ഫോം ലൈൻ എവിടെയാണ് ഫോം ലൈൻ നമ്മൾ എവിടെയാണ് ഫോം ലൈൻ എന്തിനെ ഡിനോട്ട് ചെയ്യാനാണ് മാപ്പിൽ ഉപയോഗിക്കുന്നത്? അത് ഈ ദുർഘടമായ പ്രദേശങ്ങൾ, നിരപ്പായിട്ടുള്ള പ്രദേശങ്ങളല്ലാതെ കുന്നും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ദുർഘടമായ പ്രദേശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഒറ്റ വര കൊണ്ട് ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിട്ട് വരയ്ക്കും. ഇങ്ങനെ ലൈൻ ഇങ്ങനെ ഇങ്ങനെ വിട്ട് വരയ്ക്കും. അതിനാണ് നമ്മൾ ഫോം ലൈൻ. അപ്പോൾ ദുർഘടമായ പ്രദേശങ്ങളിൽ നമ്മൾ ലൈനുകൾ വിട്ട് വരയ്ക്കുന്നതിനാണ് ഫോം ലൈൻ എന്ന് വിളിക്കുന്നത്. ഇനി ബെഞ്ച് മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹൈറ്റ്, ഒരു സ്ഥലത്തിൻ്റെ ഹൈറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഞ്ച് മാർക്കൊക്കെ ഉപയോഗിക്കുക. സ്പോട്ട് ഹൈറ്റ് ആണെങ്കിൽ അതൊക്കെ തന്നെ ബെഞ്ച് മാർക്ക്, സ്പോട്ട് ഹൈറ്റ് ഒക്കെ ഒരു സ്ഥലത്തെ ഹൈറ്റിനെ കാണിക്കാനാണ്. ഇനി കോണ്ടൂർ രേഖകളുടെ കുറച്ച് ഉപയോഗമുണ്ട്. അത് ആ ഒരു പ്രദേശത്തിൻ്റെ ഷേപ്പ്, അതെങ്ങനെയാണ്, ഏത് ഷേപ്പിലാണ് കിടക്കുന്നത്, ആ പ്രദേശത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു കോണ്ടൂർ വാല്യൂ വെച്ചിട്ട് അവർ രേഖപ്പെടുത്തും. അപ്പോൾ ഹൈറ്റും ഷേപ്പും അതിൻ്റെ ആകൃതിയൊക്കെ മനസ്സിലാക്കാൻ ഈ കോണ്ടൂർ രേഖ കൊണ്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇനി ഒരേ കാന്തിക പ്രഭാവമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോഗോണൽസ് കേട്ടോ. ഐസോഗോണൽസ് ഒരേ കാന്തിക പ്രഭാവമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്നതിന് ഐസോഗോണൽസ് എന്ന് വിളിക്കും. ഇനി ഒരേ അളവിൽ സീസ്മിക് ആക്ടിവിറ്റി ആണെങ്കിൽ അത് സീസ്മെൽസ് ആണ് കേട്ടോ. ഐസോസീസ്മെൽസ്. ഓക്കെ. ഇനി തുല്യ സഞ്ചാര സമയം ഒരു പ്രത്യേക പോയിന്റിൽ രേഖപ്പെടുത്തുന്ന രേഖകളാണ് ഐസോക്രോണുകൾ. തുല്യ സഞ്ചാര സമയം ഒരു പ്രത്യേക പോയിന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഐസോക്രോണുകൾ എന്നാണെന്ന്. ഇങ്ങനെ ഈ മൂന്നെണ്ണം അങ്ങനെ കേൾക്കാറില്ല, റെയർ ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പം കാന്തികമായിട്ട് ബന്ധപ്പെട്ട ഐസോകോണൽസും ഉണ്ട്, സീസ്മിക് ആണെങ്കിൽ ഐസോസീസ്മെൽസും. ഇനി തുല്യ സഞ്ചാര സമയം ഒരു പ്രത്യേക പോയിന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഐസോക്രോണുകളാണ്. ഇനി നമ്മുടെ ഗ്രിഡ് ലൈൻസ് എന്തൊക്കെ തമ്മിൽ, രണ്ട് ലൈനുകൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുമ്പോഴാണ് അതിന് നമ്മൾ ഗ്രിഡ് ലൈൻസ് വിളിക്കുന്നത്. ഏതൊക്കെയാണ്? നോർത്തിങ്സും ഈസ്റ്റിങ്സും തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഗ്രിഡ് ലൈൻസ്. അത് ഏത് കളറിലാണ് മാപ്പിൽ ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് റെഡ് കളറാണ് കേട്ടോ. ഗ്രിഡ് ലൈൻസ് ഡിനോട്ട് ചെയ്യുന്ന റെഡ് കളറിലാണ്. ഓക്കെ. അപ്പം കോണ്ടൂർ നമ്മൾ പറഞ്ഞു തവിട്ട് നിറത്തിലാണ്. ഓക്കെ. അപ്പോൾ അടുത്തിലോട്ട് പോവാം. ലോക്തക് തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. അതെവിടെയാണ്? മണിപ്പൂറാണ് കേട്ടോ. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത്? ഈ ലോക്തക് കേട്ടോ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. അല്ലാതെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത്? വൂളാറാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലുത് വൂളാറാണ്. ജമ്മു കാശ്മീരിലാണ്. നമ്മുടെ ജലം നദിയൊക്കെ വൂളാറുള്ള നദി ചോദിച്ചാൽ ജലം നദിയാണ്. ഇനി ലോകത്തിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനം അത് ലോക്തക് തടാകത്തിലാണ്. അതിൻ്റെ പേരെന്താണ്? കേബുൾ ലംജാവു ആണ് കേട്ടോ. കേബുൾ ലംജാവു ആണ്. ഇന്ത്യയിലെ ആദ്യം ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ലോക്തക് തടാകത്തിലാണ്. ഇന്ത്യയിൽ ഒഴുകുന്ന തടാകം എന്നറിയപ്പെടുന്ന ലോക്തക് ആണ്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന മണിപ്പൂരിലെ പ്രദേശം ചോദിക്കുന്നത് അത് മോർ റിയങ് ആണ് കേട്ടോ. മോർ റിയങ് എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര് കേട്ടോ. മോർ റിയങ്. ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് അതും ലോക്തക്കിലാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ലോക്തക്ക് വടക്ക് കിഴക്കിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമെന്ന് ഓർത്തിരിക്കാം. ഇനി ഇതിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റും അതുപോലെ റെയർ ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് ഈ മൊളാസസ് തടം എന്ന് പറയുന്നത് ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്? മൊളാസസ് തടം. അപ്പോൾ മൊളാസസ് തടം എന്ന് പറയുന്നത് മിസോറമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. മോളെ മിസ്സായി എന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചോ. മൊളാസസ് തടമാണെങ്കിൽ അത് മിസോറമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ഗുവാഹത്തി ഹൈക്കോടതിയുടെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന്. ഏതൊക്കെയാണ്? ഒബ്വിയസ്ലി നമ്മുടെ ആസാം വരുന്നുണ്ട്, പിന്നെ നാഗാലാൻഡ് ഉണ്ട്, മണിപ്പൂരിലെ മിസോറം, ഓക്കെ, അരുണാചൽ പ്രദേശ്. ഏതൊക്കെയാണ്? ആസാം ഉണ്ട്, അരുണാചൽ പ്രദേശ് ഉണ്ട്, പിന്നെ നമ്മുടെ മിസോറം ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? ഓക്കെ. അപ്പോൾ ഗുവാഹത്തി ഹൈക്കോടതിയുടെ അണ്ടറിലുള്ളത് നോക്കിക്കോ. ആസാം ഉണ്ട്, അരുണാചൽ പ്രദേശ് ഉണ്ട്, അതുപോലെ
നാഗാലാൻഡും മിസോറാണ് കേട്ടോ. നാഗാലാൻഡും മിസോറും അസമും അരുണാചൽ പ്രദേശാണ് ഗുവാഹത്തി ഹൈക്കോടതിയുടെ അണ്ടറിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂട് കാറ്റിനെ എന്താണ് വിളിക്കുന്നത്? ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജസ്ഥാൻ മേഖലയിലൊക്കെ വീശുന്ന ഏപ്രിൽ മെയ് മാസത്തിലെ ചൂട് കാറ്റാണ് എന്ത്? ലൂ എന്നറിയപ്പെടുക. അല്ലെ, ആ പ്രാദേശിക കാറ്റാണ് ലൂ എന്നറിയപ്പെടുന്നത്. എൽ നിനോ എവിടെ, ഏത് ഓഷ്യനിൽ വീശുന്നതാണ് എൽ നിനോ? നമ്മുടെ പെറുവിൻ തീരത്തുള്ള പസഫിക് ഓഷ്യനിൽ വീശുന്ന ഉഷ്ണമേഖലാ കാറ്റാണ് എൽ നിനോ. ഇതാണ് നമ്മുടെ പല ഭാഗത്തും, അതായത് ആഗോളതലത്തിൽ തന്നെ എൽ നിനോ ബാധിക്കും. അവിടെ പസഫിക്കിന് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെ മാത്രമല്ല, ആഗോളതലത്തിലുള്ള കാലാവസ്ഥയെ ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ് എൽ നിനോ. എൽ നിനോ കാരണമാണ് ഈ വട്ടത്ത് നമ്മുടെ ഇന്ത്യയിലും നല്ല അടിപൊളി വരൾച്ചയും ചൂടൊക്കെ ഉണ്ടായില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് വലിയൊരു മഴയുണ്ടായി. അതാണെങ്കിൽ ലാനിനോ കാരണമാണ്. അപ്പം മഴയാണെങ്കിൽ ലാനിനോ കാരണവും എൽ നിനോ കാരണം ഉണ്ടാകുന്നത് വരൾച്ചയായിരിക്കും. ഇനി കാൽബൈശാഖി എന്ന് പറയുന്നത് നമ്മുടെ ബംഗാൾ ഭാഗത്തൊക്കെ വീശുന്ന ഉഷ്ണക്കാറ്റിനാണ് നമ്മൾ കാൽബൈശാഖി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നമ്മുടെ ITCZ ഫുൾ ഫോം എന്താണ്? ITCZ അതൊരു PYQ തന്നെയാണ്. ITCZ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ ആണ് കേട്ടോ. ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എവിടെയാണ് സ്ഥിതി ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്നുള്ള ഈ വാണിജ്യവാദങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ഇക്വേറ്ററിലേക്ക് വീശും. ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ ന്യൂനമർദ്ദ മേഖലയാണ്. അപ്പം അങ്ങോട്ടേക്ക് വീശുന്ന അവരുടെ ആ ഒരു സംഗമിക്കുന്ന പോയിന്റിനാണ് നമ്മൾ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ആ മേഖലനെ വിളിക്കുന്നത് എന്താണ്? ഡോൾഡ്രം മേഖല എന്ന് വിളിക്കല്ലേ. ഡോൾഡ്രം മേഖല എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോണിനാണ്. അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോണിന്റെ കേന്ദ്ര ഭാഗത്ത് രൂപപ്പെടുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലൂ ആണ്. അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കാറുള്ള ഉഷ്ണക്കാറ്റാണ് ലൂ. ഇനി കേരളത്തിലും പരിസര പ്രദേശങ്ങളിലും കാപ്പി പോക്കുന്നതിന് സഹായമായ മഴ അറിയപ്പെടുന്നത്, അതും കാറ്റാണ്. കാറ്റ് അറിയപ്പെടുന്നത് കാപ്പി പൂവിടും മഴ, അല്ലെങ്കിൽ നമ്മൾ മാംഗോ ഷവർ അല്ല ചെറി ബ്ലോസം, മാംഗോ ഷവർ അല്ല ചെറി ബ്ലോസം കേട്ടോ. ചെറി ബ്ലോസം ഏതായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതും ഈ കാപ്പി പൂവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ഈ ചെറി ബ്ലോസം എന്ന് അറിയപ്പെടുന്നത്. മാംഗോ ഷവർ നമ്മുടെ ഇവിടെ കേരളത്തിൽ വീശുന്നതാണ് മാംഗോ ഷവർ. ഇനി നോർവെസ്റ്റർ എവിടെ വീശുന്ന പ്രാദേശിക കാറ്റാണ്? നോർവെസ്റ്റർ അത് പഞ്ചാബാണ് കേട്ടോ. നോർവെസ്റ്റർ പഞ്ചാബിലാണ്. ബർദോയി ചില ആണെങ്കിൽ ഈ ബർദോയി ചില അല്ലെങ്കിൽ ആ ചീര എന്നൊക്കെ അറിയപ്പെടുന്നതിനാണ് ബർദോയി ചില അല്ലെങ്കിൽ ബർദോയി ചീര. അതേതാണ്? അസ്സാമിലാണ്. നമ്മുടെ കാൽബൈശാഖി അസ്സാമിൽ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ബർദോയി ചീര കേട്ടോ. സെയിം ആണ് പേര്, വേറൊരു പേരിൽ വേറെ സംസ്ഥാനത്ത് അറിയപ്പെടുന്നുള്ളൂ. അപ്പോൾ ബർദോയി ചീര എന്നറിയപ്പെടുന്നത് അസ്സാമിലാണ്. ഇനി മാംഗോ ഷവർ നമ്മൾ പറഞ്ഞു കേരളത്തിലും കർണാടകത്തിലായിട്ട് വീശുന്നു. ലൂ ആണെങ്കിൽ ഉത്തർപ്രദേശ് രാജസ്ഥാനിലൊക്കെ വീശുന്നു. കാൽബൈശാഖി ബംഗാളിൽ വീശുന്നു. അപ്പം നോർവെസ്റ്റർ പഠിക്കുക, പഞ്ചാബിലാണ്. ഈ എനിക്ക് നോർവെസ്റ്റർ കാൽബൈശാഖി ഈ ബർദോയി ചീരയൊക്കെ ഒന്നാണ്, പക്ഷെ അത് പല സംസ്ഥാനങ്ങൾ പല പേരിൽ അറിയപ്പെടുന്നതാണ്. അപ്പോൾ കാൽബൈശാഖി ബംഗാൾ അറിയപ്പെടുന്നു, ബർദോയി ചീര എന്ന് അറിയപ്പെടുന്നത് അസ്സാമിൽ അറിയപ്പെടുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം അതാണ് ഏത്? ജാരിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണെങ്കിൽ അത് ജാരിയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം വന്ന കൽക്കരി പാടം ഏതാണ്? ആദ്യം വന്നതാണ് റാണിഗഞ്ച് കേട്ടോ. നമ്മുടെ വെസ്റ്റ് ബംഗാളിലുള്ള റാണിഗഞ്ചാണ് ഏറ്റവും ആദ്യം വന്ന കൽക്കരി പാടം. ഏറ്റവും വലുത് ചോദിച്ചാൽ ഇത് വെസ്റ്റ് ബംഗാളല്ല ജാർഖണ്ഡിലുള്ള ജാരിയാണ് ഏറ്റവും വലുത് വന്നത് ജാരിയ, ഏറ്റവും ആദ്യം വന്നത് റാണിഗഞ്ച്. ഓക്കെ, മുന്നത്തെ പോയിന്റിൽ രണ്ടെണ്ണം വിട്ടുപോയി, അതുകൊണ്ട് വായിക്കാം. 3 വർഷം മുതൽ 8 വർഷം വരെയുള്ള ഇടവേളകളിൽ ഭൂമിയിൽ സമുദ്ര അന്തരീക്ഷ ബന്ധങ്ങൾ താറുമാറാകുമ്പോൾ കാണാറുള്ള കാലാവസ്ഥ പ്രതിഭാസം എന്ന് വെച്ചാൽ എൽ നിനോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആഗോളതലത്തിൽ ബാധിക്കുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസമാണ് എൽ നിനോ. അപ്പോൾ അത് 3 വർഷം മുതൽ 8 വർഷം വരെയുള്ള ഇടവേളകളിലാണ് ഭൂമിയിൽ ബാധിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ ഊഷ്മാവ് ശരാശരിയിലും താഴുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങളിലാണ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ലാനിന കേട്ടോ. അപ്പോൾ എൽ നിനോ എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലാ കാറ്റാണ്, ഉഷ്ണമാണ്, നമുക്ക് ചൂടും വരൾച്ചയൊക്കെ ഉണ്ടാവുന്നതാണ്. അത് മാത്രമല്ല എൽ നിനോ എന്ന് പറഞ്ഞാൽ ചില പ്രദേശങ്ങളിൽ വരൾച്ച ഉണ്ടാക്കും, എന്നാൽ ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കും കേട്ടോ. വെള്ളപ്പൊക്കം ഉണ്ടാക്കണേ എനിക്കൊന്ന് ഓസ്ട്രേലിയയിലാണെന്ന് തോന്നുന്നു. ഓസ്ട്രേലിയ ആണോ ചൈനയാണോ ഡൗട്ട് ഉണ്ടോ നോക്കുക കേട്ടോ. വെള്ളപ്പൊക്കം ചില പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മുടെ ഇന്ത്യ പോലുള്ള പ്രദേശങ്ങൾ അത് എന്തുണ്ടാക്കും? വരൾച്ച ഉണ്ടാക്കും. അതോടെ ആലോചിക്കുക. പക്ഷേ ലാനിന ആണെങ്കിൽ കുറച്ചും കൂടി ചൂട് കുറഞ്ഞ പ്രതിഭാസമാണ്, ചൂട് കുറഞ്ഞ കാറ്റാണ് ലാനിന എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനിയാണ്
ജാരിയ നമ്മൾ പറഞ്ഞു. ഏറ്റവും ആദ്യം വന്ന റാണിഗഞ്ചാണ്. 95% കാർബൺ അടങ്ങിയിരിക്കുന്ന ആന്ത്രസൈറ്റ് കൽക്കരി കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏത് ടൈപ്പ് കൽക്കരിയാണ്? ബിറ്റൂമിനസ് ആണ്. എന്നാൽ ആന്ത്രസൈറ്റാണ് ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് ഉള്ളത്. പക്ഷെ നമ്മുടെ ഇവിടെ ഇടത്തരമായിട്ടുള്ള കൽക്കരിയായിട്ടുള്ള ബിറ്റൂമിനസ് ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ആന്ത്രസൈറ്റ് കാണപ്പെടുന്ന പ്രദേശം, ഇന്ത്യയിലെ പ്രദേശം ചോദിച്ചാൽ അത് ജമ്മു കാശ്മീർ ആണ് കേട്ടോ. ജമ്മു കാശ്മീരിലാണ് ആന്ത്രസൈറ്റ് കാണപ്പെടുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ അത് മിക്ക എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏത്? നമ്മുടെ പോർട്ടോ നോവ കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് 1730 അത് ഏതാണെന്ന് ചോദിച്ചാൽ പോർട്ടോ നോവയാണ്. പോർട്ടോ നോവ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി ആണെങ്കിൽ അതാണ് കുൾട്ടിയിൽ കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി ചോദിച്ചാൽ 1870 ഫോം ചെയ്തതാണ്. അത് കുൾട്ടിയാണ്. കുൾട്ടി എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഇന്ത്യയിലെ ആദ്യ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ആണെങ്കിൽ അത് ബൊക്കാറോ ആണ്. സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ചോദിച്ചാൽ അത് ബൊക്കാറോ ആണ്. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ് ബൊക്കാറോ. ഇനി ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഭവങ്ങൾ കേട്ടോ. നെയ്വേലി പിന്നെ അറിയാലോ, തമിഴ്നാട്ടിലാണ് നെയ്വേലി. ലിഗ്നൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കാർബൺ കണ്ടന്റ് കുറഞ്ഞതാണ്. അപ്പോൾ ലിഗ്നൈറ്റിൻ്റെ ഇതിൽ വരുന്നതാണ് നെയ്വേലി എന്നുള്ളത്. ദുർഗ് ആണെങ്കിൽ ഛത്തീസ്ഗഡ് ആണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. നോക്കട്ടെ. അപ്പോൾ ദുർഗ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് തന്നെയാണ് കേട്ടോ. ദുർഗ് കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലാണ്. ഈ പോർട്ടോ നോവ എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. പോർട്ടോ നോവ 1730 വന്ന നമ്മുടെ ഏറ്റവും പഴക്കം ചെയ്യുന്ന അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ് ഇന്ത്യയുടെ. അത് പക്ഷേ 1874 ഡിസോൾവ് ചെയ്തു കേട്ടോ. 1830 വന്നു, 1874 ഡിസോൾവ് ചെയ്തു. ഇത് ശരിക്കും ഈ പോർട്ടോ നോവ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ പറങ്കിപ്പേട്ടെ എന്ന് പറയുന്ന സ്ഥലം, ഇപ്പം അതറിയപ്പെടുന്ന പറങ്കിപ്പേട്ടയാണ് കേട്ടോ. പോർട്ടോ നോവ സ്ഥിതി ചെയ്യുന്നത് ഇപ്പം പറങ്കിപ്പേട്ട എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്താണ് ഇതിപ്പം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിന് മുന്നേ ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം അതാണ് ധൻബാദ് കേട്ടോ. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ധൻബാദാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരെന്താണ്? സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതി, അതിൻ്റെ പേരാണ് എന്ത്? എക്സ്പിരിയേഷൻ 4 കേട്ടോ. ഇതിപ്പം എക്സ്പിരിയേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. എക്സ്പിരിയേഷൻ 4 എന്ന് തന്നെ പഠിക്കണം കേട്ടോ. 4 അത് അപ്പോഴത്തെ ഒരു കറണ്ട് അഫെയർ ആണ് കേട്ടോ. എന്നാലും വേണമെങ്കിൽ ചോദിക്കാമല്ലേ, ഈ വട്ടത്തെ ഡിഗ്രി പ്രിലിംസ് ചോദിച്ച പോലെ എക്സ്പിരിയേഷൻ ഏത് കമ്പനിയുടെ ആണ്? മാച്ച് ദ ഫോളോയിങ് ചോദിച്ചാൽ കഴിഞ്ഞാൽ തീർന്നില്ലേ. അപ്പോൾ എക്സ്പിരിയേഷൻ ആരുടെയാണ്? നമ്മുടെ എലൺ മസ്കിൻ്റെയാണ് എക്സ്പിരിയേഷൻ. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിൽ വിക്ഷേപിക്കപ്പെട്ട ആദ്യ ഉപഗ്രഹം ചോദിക്കും. ISROൻ്റെ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അതിൻ്റെ കീഴിൽ വിക്ഷേപിക്കപ്പെട്ട ആദ്യ ഉപഗ്രഹമാണ് GSAT-24 കേട്ടോ. GSAT-24 വാർത്താവിനിമയം പിന്നെ ഇൻ്റർനെറ്റ് ലഭ്യതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ഇനി രണ്ടാമത് വിക്ഷേപിക്കപ്പെട്ട ചോദിച്ചാൽ GSAT-20 ആണ് കേട്ടോ. GSAT-20 ആണ്. നമ്മുടെ ISROൻ്റെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് വന്ന വർഷം ചോദിച്ചാൽ അത് 2019 മെയ് 6 ആണ് കേട്ടോ. ന്യൂ സ്പേസ് വന്ന വർഷം ചോദിച്ചാൽ 2019 മെയ് അല്ല, മാർച്ച് 6 ന്യൂ സ്പേസ് സ്ഥാപിതമായത്. അവരുടെ ആദ്യത്തെ നമ്മൾ പറഞ്ഞു GSAT-24 ആണ്. ഈ GSAT-24ൻ്റെ വേറൊരു പേരാണ് CMSO2 അല്ലെങ്കിൽ GSAT-N1 എന്നറിയപ്പെടും. GSAT-N1 എന്നറിയപ്പെടുന്നത് ഈ GSAT-24 ആണ്. ഇനി ഇത് ലീസ്, ഈ GSAT-24 നമ്മൾ ലീസ് കൊടുത്തിരിക്കുന്നത് ടാറ്റ പ്ലേക്കാണ് കേട്ടോ. ലീസ് കൊടുത്തിട്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്, വാർത്താവിനിമയ സാറ്റലൈറ്റ് ആണ്. അത് നമ്മൾ ലീസ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഈ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ സ്പേസ് കാര്യങ്ങളിൽ പ്രൈവറ്റ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീനെയും കൂടി ഉൾപ്പെടുത്തുക. പിന്നെ നമ്മുടെ ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനീനെയും കൂടി ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വന്നത്. അപ്പോൾ അതിൽ നമ്മൾ GSAT-24 ലോഞ്ച് ചെയ്തത് 2022 അത് നമ്മൾ ലീസ് കൊടുത്തിരിക്കുന്ന ടാറ്റ പ്ലേക്കാണ്. ഇനിയിപ്പം അടുത്തത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ വാണിജ്യ വിഭാഗത്തിന് ഉപഗ്രഹമാണ് GSAT-20. അതിനെ GSAT-N2 എന്നറിയപ്പെടും അല്ലെങ്കിൽ CMS-03 എന്നറിയപ്പെടും. CMS-03 അത് നമ്മൾ ലീസിന് കൊടുത്തിരിക്കുന്ന ഡിഷ് TV-ക്കാണ് കേട്ടോ. ലീസിന് കൊടുത്തിരിക്കുന്ന ആർക്കാണ്? ഡിഷ് TV-ക്കാണ് അത് ലീസ് കൊടുത്തിരിക്കുന്നത്. അത് വിക്ഷേപിച്ച വാഹനം നോക്കിക്കോ, ഫാൽക്കൺ 9 റോക്കറ്റിലാണ് അത് വിക്ഷേപിച്ചത്. ഫാൽക്കൺ 9ലാണ് വിക്ഷേപിച്ചത്. പിന്നെ നമ്മുടെ സ്പേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫാക്ട്സുകളുണ്ട്. ആദിത്യ ആർട്ടമിസ് ഉണ്ട്, നമ്മുടെ ചന്ദ്രയാൻ 3 ഉണ്ട്, പിന്നെന്താ നാസയുടെ പേസ് ഉണ്ട്, മാഗി ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ട് തന്നെ പോവാം കേട്ടോ. ഒക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായത്? താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദമാണ്. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കണം. സുസ്ഥിര വികസനത്തിന് താപവൈദ്യുത പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2ഉം 3ഉം ആണ് കേട്ടോ. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി 2ഉം 3ഉം ആണ്. അതായത് സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കണം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ അതിലെന്താ വരുന്നത്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? അത് പെട്രോളിയം, പ്രകൃതിവാതകം, കൽക്കരി, ഇതൊക്കെയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. പാരമ്പര്യ ഏതര ഊർജ്ജ സ്രോതസ്സുകളാണ് ഏത്? സൂര്യൻ, കാറ്റ്, തിരമാലയൊക്കെ. അപ്പം നമ്മൾ സുസ്ഥിര വികസനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത് വിചാരിക്കും? നേരെ തിരിച്ച് ഇത് തെറ്റായതാണ് അല്ലേ? തെറ്റായതാണ്, സോറി തെറ്റിപ്പോയി, തെറ്റായതാണ്. അതായത് സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കാൻ പാടില്ല കേട്ടോ. പാരമ്പര്യ ഏതരാണ്. അപ്പോൾ സുസ്ഥിര വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഭാവിയിലുള്ള ആൾക്കാർക്ക്, ഭാവിയിലുള്ള ജനറേഷൻസിനും കൂടി നമ്മൾ ഇപ്പോഴേ ഒന്നും തീർക്കാതെ, ഇപ്പോഴേ നമ്മൾ ഫുള്ളി നമ്മുടെ റിസോഴ്സസ് ഒന്നും എക്സോസ്റ്റ് ചെയ്യാണ്ട് ഭാവിയിലുള്ള ജനറേഷൻസിനും കൂടി ബാക്കി വെച്ചിട്ടുള്ള ഒരു ഉപയോഗമാണ് സുസ്ഥിര വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? ഒരിക്കലും പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഭാവിയിലേക്ക് അത് റിസോഴ്സ് സേവ് ചെയ്യാൻ പറ്റില്ല. പാരമ്പര്യ ഏതര ഊർജ്ജ സ്രോതസ്സുകളായ സൂര്യൻ, കാറ്റ്, തിരമാല കൂടി ഉൾപ്പെടുത്തി അതും കൂടി ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ഇതൊക്കെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ശരിയാണ്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ സുസ്ഥിര വികസനം അതല്ല. അതുപോലെ സുസ്ഥിര വികസനത്തിന് താപവൈദ്യുത പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം, അത് തെറ്റാണ്. താപവൈദ്യുത പദ്ധതികൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഏതൊക്കെയാണ്? കൽക്കരി പോലെയുള്ള അല്ലെങ്കിൽ പ്രകൃതിവാതകം പോലെയുള്ള ഫ്യൂവലുകളാണ് താപവൈദ്യുത പദ്ധതികൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ആദ്യത്തേത് സുസ്ഥിര വികസന പരിസ്ഥിതി സൗഹാർദ്ദമാണ്. പാരമ്പര്യ ഏതര ഊർജ്ജ സ്രോതസ്സുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഭാവി തലമുറകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് വിഖ്യാതമാവാത്ത തരത്തിൽ ഇന്നത്തെ തലമുറകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ് സുസ്ഥിര വികസനം എന്ന് സുസ്ഥിര വികസനത്തിന് നിർവചനം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ UNWCED ആണ് കേട്ടോ. നിർവചനം നൽകിയത് UNWCED ആണ് നിർവചനം നൽകിയത്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് ഇതിൻ്റെ ഫുൾ ഫോം കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് തന്നെയാണ് നമ്മുടെ റിയോ ഡി ജനീറോ എർത്ത് സബ്മിറ്റ് അല്ലെങ്കിൽ റിയോ സബ്മിറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. റിയോ ഡി ജനീറോ എർത്ത് സബ്മിറ്റ് അല്ലെങ്കിൽ റിയോ സബ്മിറ്റ്. നമ്മുടെ 72-ലെ റിയോ ഡി ജനീറോ 92-ലെ റിയോ ഡി ജനീറോ സബ്മിറ്റ്. അത് ഇതിൻ്റെ വേറെ പേര് തന്നെയാണ് ഇത് കേട്ടോ, എർത്ത് സബ്മിറ്റ്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിന് ശേഷമുള്ള പരിഷ്കാരങ്ങൾ ചുവടെ ചേർക്കുന്നു. പ്രത്യക്ഷ നികുതി നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു. ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ പുറംവാങ്ങൽ അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനി തൊഴിൽ രഹിത വളർച്ച, ജോബ്ലെസ് ഗ്രോത്ത് നിലനിൽക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ചോദിച്ചേക്കുന്നത്? ഏതൊക്കെയാണ് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷമുള്ളതിൽ ശരിയായിട്ടുള്ളത്? ഓക്കെ, ഇതിൻ്റെ ആൻസർ 1ഉം 2ഉം 3ഉം ശരിയാണ് കേട്ടോ. ഇതിലെല്ലാം ഓപ്ഷനും ശരിയാണ്. അതായത് നമ്മുടെ നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉദ്ദേശിക്കുന്നത് 1991-ലെ സാമ്പത്തിക പരിഷ്കാരമാണ്. അതിനെപ്പറ്റി നമ്മൾ 1991-ലെ എക്കണോമിക് പോളിസിനെ പറ്റി നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ PV നരസിംഹറാവു ആയിരുന്നു നമ്മുടെ പ്രസിഡന്റ് എന്നും മൻമോഹൻ സിംഗ് ആയിരുന്നു എന്നും ഒക്കെ നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം. മൻമോഹൻ സിംഗ് ആ ടൈമിലായിരുന്നു നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ കേട്ടോ. ആ ടൈമിലെ ഫിനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ആ ടൈമിലെ പ്രസിഡന്റ് ചോദിച്ചാൽ അത് PV നരസിംഹറാവു ആയിരുന്നു 91 ടൈമിൽ. അപ്പോൾ ഇതിൽ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപമൊക്കെ വർദ്ധിച്ചിരുന്നു. അതുപോലെ ഔട്ട്സോഴ്സിങ്, പുറം വാങ്ങൽ അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച ഒരു സമയം തന്നെയായിരുന്നു. അതുപോലെ തന്നെ തൊഴിൽ രഹിത വളർച്ചയും നിലനിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തൊഴിൽ രഹിത വളർച്ച, ജോബ്ലെസ്, അതായത് തൊഴിൽ രഹിതരുണ്ടായിരുന്നു പക്ഷെ വളർച്ചയും എന്തായിരുന്നു, അപ്പോൾ അതിനൊപ്പം വളർച്ചയും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയാണ്. ഈ നവസാമ്പത്തിക നയത്തിന് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്ന കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞിരുന്നു. അതാണ് സുസ്ഥിരമാക്കൽ നടപടികളും ഘടനാപരമായ നടപടികളും എന്ന് പറയുന്ന രണ്ട് രീതിയിൽ നമ്മൾ തിരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇതിൽ ഹ്രസ്വ നടപടി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സുസ്ഥിരമാക്കൽ നടപടിയും ദീർഘകാല നടപടി ചോദിച്ചാൽ അത് ഘടനാപരമായ നടപടികളുമാണെന്ന് പറഞ്ഞു. ഇനിയും സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ നവ ഉദാരവൽക്കരണം എന്ന് വിളിക്കുന്നു കേട്ടോ.
സർക്കാർ നടപടികളെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നതാണ് നവ ഉദാരവൽക്കരണ നടപടി, അല്ലെങ്കിൽ ലിബറലൈസേഷൻ എന്നൊക്കെ അറിയപ്പെടും. ഓക്കെ അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. സംഘടിത മേഖല എന്നറിയപ്പെടുന്ന തൊഴിൽ മേഖലയാണ് ഔപചാരിക മേഖല കേട്ടോ. ഔപചാരിക മേഖല അതായത് നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടർ എന്നറിയപ്പെടും. ഗവൺമെൻറ്റിൻ്റെ സേഫ്റ്റി ഇൻഷുറൻസ് പദ്ധതികൾ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സാലറി, അതൊക്കെ ഉള്ളതാണ്, സെക്യൂരിറ്റി ഒക്കെ ഉള്ളതാണ് ഈ സംഘടിത മേഖല അല്ലെങ്കിൽ ഔപചാരിക മേഖല എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ടാണ്. താഴെ പറയുന്ന സംഘടിത മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊന്നാമത്തത് തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിരിക്കുന്നു, ഗവൺമെൻറ്റിന് നിയന്ത്രണമുണ്ട്, താഴ്ന്ന വരുമാനം, ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ഇതിലേതാണ് നമ്മുടെ സംഘടിത മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതെന്ന്? അത് 1, 2, 3, 1, 2, 4 ആണ് കേട്ടോ. 1, 2, 4 ശരിയായിട്ടുള്ളത്. അതായത് താഴ്ന്ന വരുമാനം തെറ്റാണ്. നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ടുള്ള ഒരു വരുമാനം അവർ നിശ്ചയിച്ച് തരുന്നുണ്ട്, താഴ്ന്ന വരുമാനം അല്ല. ഈ താഴ്ന്ന വരുമാനമൊക്കെ അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലെങ്കിൽ അസംഘടിത മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശ്രം പോർട്ടലൊക്കെ ഓർമ്മയില്ല, അസംഘടിത മേഖലയിലെ ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ശ്രം പോർട്ടലൊക്കെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊരു മിനിമം വേജസ് കൊടുക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു സംഭവമായിരുന്നു ശ്രം പോർട്ടൽ. അപ്പോൾ അതാണ് സംഘടിത മേഖലയുമായിട്ട് ബന്ധപ്പെട്ടത്. അവർക്ക് കൃത്യമായിട്ടുള്ള നിയമമൊക്കെ ഉണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പുള്ള ജോലി കൊടുക്കും, സാലറി ഉണ്ടായിരിക്കും, ഗവൺമെൻറ് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതായിരിക്കും ഈ സംഘടിത മേഖല എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരു രാജ്യത്തെ തൊഴിൽ സാഹചര്യം വിശകലനം ചെയ്യാനുള്ള സൂചകം എന്താണെന്ന് ചോദിച്ചാൽ അത് തൊഴിലാളി ജനസംഖ്യ അനുപാതമാണ് കേട്ടോ. ഒരു രാജ്യത്തെ തൊഴിൽ സാഹചര്യം എങ്ങനെയാണ്? തൊഴിലാളി ജനസംഖ്യ അനുപാതം നോക്കിയാൽ മതി. എത്ര തൊഴിലാളികളുണ്ട്, ഇത്ര ജനസംഖ്യ എത്ര തൊഴിലാളികളുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തൊഴിൽ സാഹചര്യം കിട്ടും. ഇനി വിദ്യാഭ്യാസത്തോടൊപ്പം കൈത്തൊഴിലുകളും ഉൾപ്പെടെയുള്ള പലതരം തൊഴിലുകളുടെ പരിശീലനത്തിന് ഊന്നൽ നൽകിയത് ആരാണെന്ന്, അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ നെയിം താലി പദ്ധതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിയാണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും 10-ൽ കൂടുതൽ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നതാണ് ഔപചാരിക മേഖല കേട്ടോ. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതിൽ വരുന്നുണ്ട്. അതുപോലെ 10-ൽ കൂടുതൽ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സ്ഥിര ജീവനക്കാർ ഉൾപ്പെടുന്ന തൊഴിൽ മേഖല ചോദിച്ചാലും അത് ഓർഗനൈസ്ഡ് സെക്ടർ അല്ലെങ്കിൽ ഔപചാരിക മേഖലയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ഒരു ക്ലാസ്സായിട്ട് ഇടാം കേട്ടോ. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.